ഓം ശാന്തി. ഇന്ന് നമുക്ക് ലക്ഷ്മണന്റെയും ഊർമിളയുടെയും ത്യാഗത്തെക്കുറിച്ച് നോക്കാം. ഇത്രയും ദിവസം കൂടുതൽ നമ്മൾ രാമന്റെ മഹിമകളാണ് മനസ്സിലാക്കിയത്. ലക്ഷ്മണന്റെ റോൾ എന്തായിരുന്നു, ഊർമിളയുടെ റോൾ എന്തായിരുന്നു, അതിൽ രണ്ടുപേരുടെയും ഭാഗത്തിൽ പ്രത്യേകിച്ചും അവരുടെ ത്യാഗത്തിൻ്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. രാമൻ കാട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ലക്ഷ്മണൻ കോപം കൊണ്ടിങ്ങനെ വിറയ്ക്കുകയാണ്. 3 ലോകങ്ങളെയും കത്തി നശിപ്പിക്കുന്ന അത്ര ദേഷ്യം ലക്ഷ്മണനുണ്ട്. പക്ഷെ ആ സമയത്ത് ശ്രീരാമൻ എന്താ ചെയ്യണേ? ലക്ഷ്മണന്റെ കോപം അടക്കാൻ വേണ്ടിയിട്ട് ധാരാളം ജീവിത തത്വങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. കാരണം പലപ്പോഴും നമ്മുടെയും ഒക്കെ വീടുകളിലും ചില ബന്ധങ്ങൾക്കിടയിലും ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, അത് അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ വീട്ടിൽ ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, കോപം കൊണ്ട് അലറുന്നത് നമുക്ക് കാണാം. അപ്പം ആ കോപത്തെ തണുപ്പിക്കാനും നമ്മുടെ വീടുകളിലും ആരെങ്കിലുമൊക്കെ ചില സ്റ്റെബിലൈസറുകൾ വേണം. അത് നമുക്ക് ഓരോരുത്തർക്കും ആയിക്കൂടെ? അതാണ് ശ്രീരാമൻ നമുക്ക് കാണിച്ചു തരുന്നത്. ലക്ഷ്മണന് ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് തണുപ്പിക്കാൻ വേണ്ടി. കോപടക്ക് എന്നല്ല പറഞ്ഞു, ദേഷ്യപ്പെടണ്ടെന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും ആരുടെയും ദേഷ്യം പോയില്ല. പക്ഷെ ശ്രീരാമൻ ചെയ്യുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ആ ബോധ്യപ്പെടലാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അതിനാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം. കാരണം ശ്രീരാമൻ ജ്ഞാനി ആയതുകൊണ്ടാണ് ആ ജ്ഞാനം പകർന്നു കൊടുക്കാൻ കഴിയുന്നത്. ലക്ഷ്മണനോട് പറയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് തിരിച്ചറിയും. കാരണം ഈ ജീവിതം സാധാരണ രീതിയിൽ പറയാറുണ്ടല്ലോ, ശ്രീരാമൻ പറയണ ഇങ്ങനെയാണ്: ഒരു ചുട്ടുപഴുത്ത ഇരുമ്പിൽ വെള്ളത്തുള്ളി വീഴുമ്പോൾ അത് ഷൂന്ന് പോകുന്നത് പോലെ. അത്രയേ ഉള്ളൂ ഈ ലോകത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളും വ്യക്തികളും സ്ഥാനങ്ങളും മാനങ്ങളും സാധനങ്ങളും എല്ലാം ഏത് സെക്കൻഡ് നമുക്ക് നഷ്ടപ്പെടാവുന്നതാണ്. ആ ബോധത്തിൽ വേണം ഇതിനെല്ലാം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ എപ്പോഴെങ്കിലും നഷ്ടപ്പെടുന്ന സമയത്ത് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർമ്മിച്ച് വളരെയധികം ദുഃഖിക്കേണ്ടി വരില്ല. ഇതാണ് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെയും വ്യക്തികളുടെയും എല്ലാം ജീവിത യാഥാർത്ഥ്യം. ഇതെല്ലാം ചഞ്ചലതയുള്ളതാണ് ലോകമേ. ആ ചഞ്ചലപ്പെട്ട ലോകത്തു നിന്ന് കിട്ടുന്നതിനെല്ലാം ഇതുപോലെ മാറ്റത്തിന് വിധേയമാകും. ചേഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരേ ഒരു കാര്യം. അപ്പം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്മണ നമ്മൾ ജീവിക്കണം. പിന്നെ പറയണത് അടുത്തത്, പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട ഒരു തവള ജീവന് വേണ്ടി കരയുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായിക്കുള്ളിലാണ് മനുഷ്യൻ. എന്നിട്ടും ഇര തേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പോലെയാണ്. കാലമാകുന്ന പാമ്പ് നമ്മളെ എല്ലാവരെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം നോക്കൂ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ ദിവസം പോണോർത്ത് നമ്മുടെ ഓരോ ദിവസത്തെ ആയുസ് കുറയാണ്. ഓരോ ദിവസത്തിൽ ഓരോ സെക്കൻഡുകളിൽ നമ്മുടെ ബോഡിയിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോശങ്ങളും നശിക്കണു, പുതിയത് വരണു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? അതുകൊണ്ട് ലക്ഷ്മണ, പിതാവിന്റെ കുറ്റമോ മാതാവിന്റെ കുറ്റമോ ഒന്നും കൊണ്ടല്ല എനിക്കിപ്പോ കാട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. ഇതെല്ലാം ചില കർമ്മങ്ങളും കർമ്മഫലങ്ങളുടെയും കാരണത്താലാണ്. അപ്പൊ അതിനെ നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. അങ്ങനെ ഓരോന്നിനും നമുക്ക് സമയാനുസൃതം എന്താ ചെയ്യേണ്ടത്. എന്നിട്ട് അമ്മമാർക്ക് നല്ല ഉപദേശം കൊടുക്കണം. അമ്മമാരോട് എന്താ പറയണേ? നോക്കൂ, ഞങ്ങൾ കാനനവാസം ചെയ്യാൻ പോകുമ്പോൾ ശരീരത്തിനെ ക്ലേശം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് ദുഃഖിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ക്ലേശങ്ങൾ തീരാ ക്ലേശങ്ങളാണ്. അത് ആത്മാവില് ദുഃഖത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അമ്മമാര് ദുഃഖിച്ച് വേദനിച്ച് മനസ്സിനെയും കേടുവരുത്തി കേടുവന്ന മനസ്സുകൊണ്ട് ശരീരത്തിന്റെ ആരോഗ്യത്തെയും നശിപ്പിക്കല്ലേ. രാമനോടൊപ്പം പോകാൻ വേണ്ടി ലക്ഷ്മണനും തയ്യാറാകുക. കാരണം കുട്ടിക്കാലം മുതൽ അവർക്ക് തമ്മിൽ അത്ര അടുത്ത ബന്ധ. സഹോദരന്മാര് 4 പേരുണ്ട്. പക്ഷെ കുഞ്ഞുനാളില് രാമന്റെ ലക്ഷ്മണന്റെ അടുപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കുട്ടികളായിരിക്കുമ്പോൾ ഇവരെ തൊട്ടിൽ കിടത്തി ആട്ടുമ്പോൾ ഈ അമ്മമാര് തൊട്ടിൽ കിടത്തിയിട്ട് പോകും.
പക്ഷെ ലക്ഷ്മണന്റെ കുറുമ്പ്, ഇത്രയും കുറുമ്പനാണ്, വാശിക്കാരനാണ്, കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊക്കെ കളിപ്പാട്ടം കൊടുത്താലും ആളുടെ കരച്ചിൽ തീരില്ല. പക്ഷെ എപ്പോ ലക്ഷ്മണന്റെ തൊട്ടിൽ നിന്ന് എടുത്ത് രാമന്റെ തൊട്ടിലിൽ കൊണ്ടുപോയി കിടത്തണം. രാമന്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തിയ ആളുടെ കരച്ചിൽ മാറും. കുഞ്ഞുനാൾ മുതൽ എങ്ങനെ രാമന്റെ സാമീപ്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ആളാണ്. വേറെ ഒന്നും വേണ്ട ആൾക്ക് കരച്ചിൽ മാറാൻ. രാമൻ മാത്രം മതി, രാമന്റെ സാമീപ്യം മാത്രം മതി. അത്ര സാഹോദര്യ ബന്ധമാണ്. ആ ജ്യേഷ്ഠാനുജന്മാർക്കിടയിലുള്ള ആ സാഹോദര്യ ബന്ധത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ ആ ലക്ഷണമാണ് നമുക്ക് അവിടുന്ന് ആദികവി മനസ്സിലാക്കി തരുന്നത്. തമ്മിലുള്ള സ്നേഹത്രയാണ്. പക്ഷെ ഇന്നോ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ നോക്കൂ, ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഇരട്ട കുട്ടികളുടെ ഇടയിൽ പോലും നോക്കൂ, ആ ശുദ്ധമായ സ്നേഹവും അടുപ്പവും ഒക്കെ ഇന്ന് എത്രയുണ്ട്. അങ്ങനെ ഒരു അടുത്ത സ്നേഹബന്ധം ഉണ്ടെങ്കിൽ തമ്മിൽ വഴക്കിടുകയും ബഹളം ഉണ്ടാക്കുകയും പിണങ്ങുകയും ഇത്തിരി സ്വത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലുള്ള എന്തെങ്കിലും സമ്പത്തിൻ്റെ പേരിലൊക്കെ സഹോദരന്മാർ തമ്മിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ കത്തിക്കുത്തും ബഹളവും കോടതിയിൽ പോകുന്നതും. കുടുംബ കോടതിയിലെ കേസുകളെല്ലാം ഒരേ ഫാമിലിയിലെ കേസുകളാണ്. ഒരു കുടുംബത്തിലെ രക്തബന്ധങ്ങൾ തമ്മിലുള്ള കേസിനെയാണല്ലോ കുടുംബ കോടതി കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. നമ്മുടെ ഉള്ളിലെ ആ സദ്ഗുണങ്ങളെല്ലാം മൺമറഞ്ഞു, വെളിച്ചം പോയി. അതിൻ്റെ ലക്ഷണങ്ങളാണിതെല്ലാം. ലക്ഷ്മണൻ പോകാൻ തയ്യാറാകുകയാണ്. അപ്പോൾ അടുത്തത് ഊർമിള എന്താ പറയണേ? ഞാനും വരാണ് കാട്ടിലേക്ക്. അപ്പൊ എല്ലാവരുടെയും മനസ്സിലെ ഫീലിംഗ് എന്താണ്? രാമൻ ഇല്ലാത്ത അയോധ്യ കാട് പോലെയാ. രാമൻ കാട്ടിലാണെങ്കിൽ ആ കാട് അയോധ്യ പോലെയാണ്. ആ ഫീലിംഗ് ആണ്. അപ്പൊ ലക്ഷ്മണൻ ഊർമിളയോട് എന്താ പറയണേ? ഇല്ല, നീ വരണ്ട, അമ്മമാര് പ്രായമായതാ, അവരെ നോക്കാൻ ആരെങ്കിലും ഇവിടെ വേണം. അവരുടെ പരിപാലന ചെയ്തുകൊണ്ട് ദേവി കൊട്ടാരത്തിൽ തന്നെ വസിക്കും. കാരണം ഞാൻ പോകുന്നത് ഏട്ടൻ്റെയും ഏട്ടത്തിയമ്മയുടെയും സേവനത്തിനാണ്. ഒരു പക്ഷേ ഭവതി എൻ്റെ കൂടെ വന്നാൽ എനിക്ക് ഭവതിയെ കാടാണ് സംരക്ഷിക്കാൻ ഒരുപക്ഷെ കഴിയില്ല. അത് മാത്രമല്ല, ഞാൻ പോകുന്ന ലക്ഷ്യം അവരുടെ സേവനമാണ്. ചിലപ്പോൾ ആ സേവനത്തിന് തന്നെ ഭംഗവും ഉണ്ടാക്കാം. ആ സമയത്ത് ഉടൻ തന്നെ ഊർമിള അനുസരിക്കുക. പക്ഷെ ഇന്നത്തെ ഊർമിളമാരായ നമ്മളൊക്കെയാണെങ്കിലോ, നമ്മുടെ വീട്ടിലെ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളോട് പറയണം, ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ ഇവിടെ ഇരിക്കൂ. അല്ലെങ്കിൽ മിക്ക വീടുകളിലും കണ്ടിട്ടില്ലേ, ചിലപ്പോൾ വയസ്സായ അച്ഛനമ്മമാരുണ്ടാവും. അപ്പോൾ ഹസ്ബൻഡ് പറയും ഞാൻ പോയിട്ട് വരാം. മിക്കവാറും എല്ലാവർക്കും ജോലി ദൂരസ്ഥലത്ത് അല്ലെങ്കിൽ വിദേശങ്ങളിൽ പ്രായമായ അച്ഛനമ്മമാരുണ്ടെങ്കിൽ പൊതുവെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അച്ഛനും അമ്മയും നോക്കാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? ഒരു പെൺകുട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഭാര്യ എന്ന നിലയിൽ നമുക്ക് അവരുടെ പ്രായമായവരെ നോക്കാൻ നമുക്ക് ഒരുപക്ഷെ ഹസ്ബൻഡിൻ്റെ സാന്നിധ്യം കുറച്ച് ത്യാഗം ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നാളെ നമ്മളും പ്രായമാകും. ഇതുപോലെ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മക്കള് നമ്മുടെ സേവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കർമ്മഫല ജ്ഞാനം വേണം. കാരണം നമ്മൾ വരയ്ക്കുന്നതല്ലേ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മുടെ അച്ഛനല്ലേ നമ്മുടെ അമ്മായി അച്ഛൻ, അതൊരു അച്ഛനും അമ്മയാണല്ലോ, അമ്മായി അച്ഛൻ നമ്മൾ പേരിടുക. അവരെ നമ്മൾ വിധിപൂർവ്വം നോക്കിയാൽ നാളെ നമുക്ക് വേണ്ട സമയത്ത് ചോദിക്കാതെ തന്നെ നമുക്ക് സഹായം കിട്ടും. അവിടെ ഊർമിള ഹസ്ബൻഡിന്റെ സാന്നിധ്യം ത്യാഗം ചെയ്തു. അമ്മമാരുടെ സേവനം സ്നേഹത്തോടു കൂടി ഏറ്റെടുത്തു. ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമാണ്. രാമായണ കഥ നമുക്ക് നൽകുന്ന പുനർവിചിന്തനം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ലക്ഷ്മണന്റെ തന്നെ ത്യാഗം നോക്കൂ. അതിനുശേഷം ഇവർ കാട്ടിലേക്ക് പോവാണ്. കാട്ടിലെത്തിയതും ഉടനെ കുടിലുണ്ടാക്കി രാത്രി ആയപ്പോഴേക്കും ഏട്ടനോടും ഏട്ടത്തിയമ്മയോടും റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് അവർക്ക് കാവൽ നിൽക്കുകയാണ് രാത്രി മുഴുവൻ. കാരണം കാടല്ലേ, ക്രൂര ജന്തുക്കളുണ്ടാവും, കാട്ടാളന്മാരുണ്ടാവും, അവരുടെ ഒന്നും ഉപദ്രവം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് അമ്പും വില്ലുമായിട്ട് ഇത്രയും ജാഗരൂകനായിട്ട് ഉറങ്ങാതെ ഇമയടയ്ക്കാതെ തൻ്റെ കർത്തവ്യ ബോധത്തിൽ ഇത്രയും, അതാണ് ലക്ഷ്മണൻ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ് ഇരിക്കണം. എന്താണ് എൻ്റെ കർത്തവ്യം, ഞാൻ എന്തിനാ വന്നേ, ഇത് കണ്ടിട്ട് രാത്രി ഉറങ്ങാതെ കൺപോളെ അടയ്ക്കാതിരിക്കുന്ന ലക്ഷ്മണൻ്റെ കർത്തവ്യബോധം കണ്ടിട്ട്, ആത്മാർത്ഥത കണ്ടിട്ട് നിദ്രാദേവി സ്വയം പ്രത്യക്ഷപ്പെടുകയാണ്. എൻ്റെ ലക്ഷ്മണനോട് പറയുകയാണ്, നിന്നിൽ ഞാൻ സംപ്രീതയായിരിക്കണം.
അതുകൊണ്ട് നീ എന്നോട് 2 വരം ചോദിച്ചോളൂ. ലക്ഷ്മണ, നിനക്ക് ഞാൻ 2 വരം തരാം. ഇത്ര ആത്മാർത്ഥമായിട്ടാണ് നീ നിൻ്റെ കർത്തവ്യം ചെയ്യുന്നത്, നിദ്രയെ ത്യാഗം ചെയ്തിട്ട്. ലക്ഷ്മണൻ പറയും, എനിക്ക് 2 വരം. ആദ്യത്തെ വരം പറയും, ഈ 14 വർഷം കാനനവാസം നടക്കുമ്പോൾ എനിക്ക് രാത്രി ഉറക്കം വരരുത്. കാരണം എനിക്ക് എൻ്റെ ഏട്ടനെയും ഏട്ടത്തിയമ്മയും സംരക്ഷിക്കണം. 2ാമത്തെ വരം പറയണത്, പക്ഷെ ഞാൻ രാത്രി ഉറങ്ങിയില്ല എന്ന ക്ഷീണം എനിക്ക് പകലുണ്ടാകരുത്. കാരണം പകലും എനിക്ക് കർമ്മം ചെയ്യണം, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പം ക്ഷീണം തോന്നാൻ പാടില്ല. അപ്പം നിദ്രാദേവി, ശരി, നിനക്ക് ഈ 2 വരവും ഞാൻ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, നീ ഉറങ്ങാത്തതിന് പകരം ആരെങ്കിലും ഉറങ്ങണം നിന്റെ ഉറക്കം. അപ്പം ആ ഉറക്കം ആരെ ഏറ്റെടുക്കും? അപ്പം പറയും, ദേവി ഇപ്പം നേരെ അയോധ്യയിലേക്ക് ചെല്ലൂ, എന്നിട്ട് ഊർമിളയോട് ഇത് പറയും, എൻ്റെ ഉറക്കം ഊർമിളാദേവി ഏറ്റെടുക്കും. നിദ്രാദേവി പോവും, ഊർമിളയോട് പറയും ലക്ഷ്മണൻ്റെ ആവശ്യം. സന്തോഷത്തോടു കൂടി ഊർമിള അതും സ്വീകരിക്കും. ലക്ഷ്മണൻ ഉറങ്ങേണ്ട അത്രയും മണിക്കൂറുകൾ എക്സ്ട്രാ ഊർമിള 14 വർഷവും ഉറങ്ങും. അപ്പം ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ലക്ഷ്മണനിലൂടെയും ഒരു ഊർമിളയിലൂടെയും ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു ഏട്ടനും ഒരു ഏട്ടത്തിയമ്മയ്ക്കും വേണ്ടി ഒരു അനിയൻ്റെയും ഒരു അനിയത്തിയുടെയും സമർപ്പണഭാവം, സ്നേഹം, ത്യാഗം, വിട്ടുവീഴ്ച. ഒരു കുടുംബമാകുമ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണ്ടി വരും? അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗുണങ്ങളെല്ലാം നമുക്ക് വേണ്ടി വരും. എങ്കിൽ മാത്രമേ ഒരു കുടുംബം ഭദ്രതയോടുകൂടി നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താ, ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ സെപ്പറേറ്റ് ആവാനുള്ള ടെൻഡൻസിയാണ്. അനിയനും വേണ്ട, അനിയത്തിയും വേണ്ട, ചേച്ചിയും വേണ്ട, ചേട്ടത്തിയും വേണ്ട, പെങ്ങന്മാരും വേണ്ട, ആരും വേണ്ട, അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളും ബസ്. പക്ഷേ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ എന്താ, ആ ദുരിതങ്ങളെന്ന് കാണുന്നത്. നമ്മുടെ മക്കൾക്ക് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ജീവിതം, ഒരു മുത്തശ്ശനും മുത്തശ്ശിൻ്റെയും അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് കുട്ടികളുടെ കൂടെ ചിലവാക്കാൻ. അച്ഛനമ്മമാർക്ക് എവിടെയുന്ന സമയം? 2 ലോകത്തിൽ ബിസിയാണ്. നമ്മുടെ കുട്ടികൾക്ക് ജീവിത അനുഭവങ്ങൾ, പ്രാക്ടിക്കൽ ലൈഫിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ, സ്നേഹം പങ്കുവയ്ക്കാൻ അവരാരുടെ കൂടെ സംസാരിക്കുക? അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു, ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, കൂടെ നിൽക്കാൻ ആരുണ്ട്? ഇത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാൻ ആരുണ്ട്? എല്ലാ തരത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളായിട്ടും പൈസയായിട്ടും എല്ലാം നമുക്ക് പലതരത്തിലുള്ള സഹായം വേണ്ടി വരും. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഇതെല്ലാം സഹജമായിട്ട് നടന്നിരുന്നു. അത് കാരണം മാനസിക സംഘർഷങ്ങൾ കുറവായിരുന്നു. പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ആ സംഘർഷങ്ങളുടെ ഭാരം ഏറ്റെടുക്കാൻ എല്ലാവരും ഉണ്ട്. ഇന്നിപ്പോ എന്താ സംഭവിച്ചിരിക്കണേ? പ്രശ്നങ്ങൾ അന്നും ഇന്നും അതുപോലെ തന്നെയാ. പക്ഷെ ഇന്ന് സംഘർഷം കൂടുന്നതിന്റെ കാരണം എന്താ? മാനസിക പിരിമുറുക്കം. ഷെയർ ചെയ്യാൻ ആളുമില്ല. ഒറ്റയ്ക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രശ്നങ്ങളെ ചുമന്നുകൊണ്ട് നടക്കണം. അതാണ് ഫാമിലീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഊർമിളയുടെ ത്യാഗം നോക്കൂ. അപ്പം നമ്മൾ കുടുംബത്തിലെ ഒരു സാഹചര്യം വന്നു ചേരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ റോളാ. ലക്ഷ്മണനെ അഭിനയിക്കുന്ന അതേ റോൾ എനിക്ക് അഭിനയിക്കണം എന്ന് വിചാരിച്ച് നടക്കില്ല. ഒരച്ഛനും അമ്മയും കൂടെ ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവിടെ മകൻ അല്ലെങ്കിൽ മകൾ ഇടപെടേണ്ട ആവശ്യമില്ലെങ്കിൽ മരുമകൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ലെങ്കിൽ ഇടപെടേണ്ട, അവർ തമ്മിലങ്ങ് തീർത്തോളൂ. അവർ തമ്മിലാകുമ്പോൾ കുഴപ്പമില്ലേ? ചിലപ്പോൾ അച്ഛനും മോനും കൂടെ ആയിരിക്കും എന്തെങ്കിലും പ്രശ്നം, അതിൻ്റെ ഇടയിൽ മരുമകൾ ഇടപെട്ടാൽ എന്താവും? വഷളാകുള്ളൂ. നമുക്ക് ഇടപെടാം. എങ്ങനെയാണെങ്കിൽ ആ ഉണ്ടായ പ്രശ്നത്തെ ലഘൂകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇടപെടുക. അല്ലെങ്കിൽ അച്ഛനും മോനും കൂടെ ആകുമ്പോൾ ആ പ്രശ്നം അതോടുകൂടി കഴിയും. അവർ നാളെ രാവിലെ ഒന്നാവും. അതേസമയം മരുമകനായിട്ട് അല്ലെങ്കിൽ മരുമകളായിട്ട് നമ്മൾ കയറി അനാവശ്യ ഇടപെടൽ നടത്തുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറണേ. അല്ലെങ്കിൽ അത് അച്ഛനും മകനും തമ്മിലുള്ളൊരു സംഭാഷണം പോലെ അതങ്ങ് അവസാനിച്ചു ഒരു പിണക്കമോ ഒരു പ്രശ്നമോ ആയിട്ടത് മാറില്ല. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും ബോധം വേണം, ഞാൻ എവിടെ ഇടപെടണം, എവിടെ ഇടപെടാൻ പാടില്ല. പക്ഷെ നമ്മുടെ നാവ് ഒതുങ്ങിയിരിക്കില്ല. ഈ നാവിൻ്റെ ഒരു കുഴപ്പം അതല്ലേ. ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തടത്ത് എല്ലാം പോയി നമ്മൾ അഭിപ്രായം പറയും. പ്രായമായവരും ശ്രദ്ധിക്കണം. വീടുകളിൽ നമ്മുടെ മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞു, അവർക്കൊരു മകൻ അല്ലെങ്കിൽ ഒരു മരുമകൻ അല്ലെങ്കിൽ ഒരു മരുമകൾ നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ ആവശ്യമില്ലാതെ പിന്നെ നമ്മൾ അവരുടെ ജീവിതത്തിൽ പോയി കൈയിടരുത്. കാരണം പണ്ട് നമ്മുടെ മോൻ്റെ അല്ലെങ്കിൽ മോളുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടും. പക്ഷെ ഇന്ന് അവർക്ക് തമ്മിൽ ഇടപെടാൻ ആൾക്കാരായി. അപ്പം അവർ തന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ, അച്ഛാ അല്ലെങ്കിൽ അമ്മേ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഈ കാര്യത്തിൽ അച്ഛൻ്റെ അഭിപ്രായം എന്താ അല്ലെങ്കിൽ അമ്മയുടെ അഭിപ്രായം എന്താ, അത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ അഭിപ്രായം
വളരെ സ്നേഹത്തോടു കൂടി അവരുടെ മുന്നിൽ വെക്കാം. ഇനി നമ്മൾ പറഞ്ഞത് തന്നെ അവർ കേൾക്കണം എന്ന് നമ്മൾ വാശി പിടിക്കാനും പാടില്ല. കാരണം അവർക്ക് പുതിയ ഫാമിലിയായി. അവർക്ക് നമ്മൾ പറഞ്ഞതിനേക്കാളും നല്ലതാണ് അവരുടെ തീരുമാനമെങ്കിൽ അവർ മുന്നോട്ട് പോട്ടെ. നമ്മൾ ആവശ്യമില്ലാതെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പോകണ്ട. കാരണം പ്രായമായ തോറും നമുക്ക് അവരുടെ സഹയോഗം ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ നാവിട്ടിട്ട് ആവശ്യമില്ലാതെ ഇടപെടാൻ പോരുത്. അപ്പോൾ മോൻ എവിടെയെങ്കിലും വെളിയിൽ പോയി, അല്ലെങ്കിൽ മരുമകൾ എവിടെയെങ്കിലും പോയി, എന്തിനാ പോയേ, എവിടെ പോയി, എന്ത് ചെയ്തു, ഏത് കടയിൽ പോയി, എന്ത് വാങ്ങി, എന്തിനാ നമ്മൾ ഈ ലിസ്റ്റ് എടുക്കാൻ നിൽക്കുന്നത്? നമുക്ക് എന്താവശ്യം? അവർ കടയിൽ പോയോ, ഓഫീസിൽ പോയോ, സിനിമയ്ക്ക് പോയോ, അവരുടെ ലോകം. നമ്മളും ഫാമിലിയായിട്ട് ജീവിച്ചു വന്നു. ഇനി നമ്മൾ ജീവിച്ചതുപോലെ എല്ലാം അവർ ജീവിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള കണ്ടീഷനൊന്നും നമ്മൾ വയ്ക്കരുത്. അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കൂ. ഏതെങ്കിലും കാര്യത്തിൽ നമ്മുടെ സഹായമോ സപ്പോർട്ടോ ആവശ്യമുള്ളപ്പോൾ മാത്രം ഇടപെടുക. അതിന് നമുക്കിവിടെ നിയന്ത്രണം വേണം. നാവിന് നിയന്ത്രണം വേണം. എന്താ എന്നോട് പറയാഞ്ഞേ? കണ്ടില്ലേ രാവിലെ രണ്ടാളും കൂടെ പോയി, ഇതുവരെ വന്നിട്ടില്ല, പോയപ്പോഴും പറഞ്ഞില്ല, വന്ന് പറഞ്ഞിട്ട് പോകണം നല്ലത്. പോയപ്പം പറഞ്ഞില്ലയോ, കുഴപ്പമില്ല, സന്തോഷം. പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കയറി വരുമ്പോഴേക്കും നമ്മൾ മുഖം വെറുപ്പിച്ചിരിക്കാനും പോണ്ട. പറഞ്ഞ ശരി, പറഞ്ഞില്ലെങ്കിലും സന്തോഷം, സുഖമായിട്ട് പോയിട്ട് വരട്ടെ. പറഞ്ഞാലും പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിൽ നിന്ന് ശുഭവിചാരങ്ങൾ, അത് അനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് സുഖം കിട്ടും, അവർക്കും സുഖം കിട്ടും. പോയി വരുന്ന കാര്യം നിർവിഘ്നം പോയി നടത്തിയിട്ട് വരട്ടെ. ബന്ധങ്ങൾ നല്ലതായിരിക്കും. ഇത് പ്രായമാകുമ്പോൾ നമുക്കും ബോധ്യം വേണം. ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് അവരും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങൾ കേടുവരുത്തി അവർക്ക് നമ്മളോട് വെറുപ്പ് വരിക, ആവശ്യമുള്ളതിന് എല്ലാത്തിനും അഭിപ്രായം പറയുക. അപ്പോൾ അവർക്ക് എന്ത് തോന്നും? നമ്മുടെ സാന്നിധ്യം ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും നമ്മുടെ സാന്നിധ്യം അനുഗ്രഹമായിട്ട് തോന്നണം. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ വേണം, എൻ്റെ അമ്മായിയച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മ എൻ്റെ കൂടെ തന്നെ വേണം, അവരുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാന്നിധ്യം. നമുക്കിപ്പോൾ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ ധനം കൊണ്ടോ ഒന്നും അവർക്കൊരു സപ്പോർട്ടും കൊടുക്കാൻ പറ്റണില്ല എന്നുള്ള കണ്ടീഷനാണെങ്കിൽ പോലും നമുക്കൊരു നല്ല മനസ്സും നല്ല വാക്കും പറയാൻ അറിയെങ്കിൽ അത് തന്നെയാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് മരുമക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അനുഗ്രഹം. അതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ടത്. ഇന്ന് നോക്കൂ, പ്രായമായ അച്ഛനമ്മമാരെ എന്താ ചെയ്യണേ? അല്ലേ, വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുക. അവർക്ക് വേറെ സദനം. അപ്പം നമ്മൾ മക്കളായിരുന്നപ്പോൾ നമ്മളെ കൊണ്ടുപോയി ചൈൽഡ് ഹോം എന്ന് പറഞ്ഞിട്ട് വേറെ കുട്ടികളുടെ വീട്ടിൽ വിട്ടിരുന്നുവെങ്കിലോ, അച്ഛനും അമ്മയ്ക്കോ ഈ പിള്ളേരെ വളർത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇവർക്ക് ഉണ്ണാൻ കൊടുക്കണം, ഉറങ്ങാൻ കൊടുക്കണം, അസുഖം വരുമ്പോൾ ആശുപത്രി കൊണ്ടുപോകണം, എത്ര കഷ്ടപ്പാടെന്ന് പറഞ്ഞ് നമ്മളെ അനാഥ മന്ദിരത്തിൽ വിട്ടിരുന്നെങ്കിലോ. ആലോചിച്ച് നോക്ക്, നമ്മുടെ അച്ഛനമ്മമാർ എത്ര വർഷം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പിന്നാലെ 10-20 വർഷം മിനിമം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ചോര നീരാക്കിയിട്ടുണ്ട്. അവർ ഉറക്കം ത്യാഗം ചെയ്തിട്ടുണ്ട്, ഊണ് ത്യാഗം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് കഴിക്കാനും കുടിക്കാനും തന്നിട്ടുണ്ട്. എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര തവണ നമ്മൾ നിലത്ത് വീണപ്പോഴൊക്കെ അവർ നമ്മളെ വാരി ഉമ്മ വെച്ചിട്ട് തടവി തന്നിട്ടുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും ഒന്ന് വീണ് കഴിഞ്ഞാൽ, ഒന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ ഒന്ന് നോക്കാൻ നമുക്ക് മടിയാ, സമയമില്ല മക്കൾക്ക്. നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മളെ സംസാരിക്കാൻ പഠിപ്പിക്കാൻ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും എത്ര പ്രയത്നിച്ചിട്ടുണ്ടാവും, എത്ര തവണ തിരുത്തി തരും. നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് കേൾവി കുറഞ്ഞിട്ട് അവർ ഒരു കാര്യം 2 തവണ പറയേണ്ടി വന്നാൽ നമുക്ക് ദേഷ്യം വരിക. ഓ, വയസ്സായി, ഇതൊന്നും ചെവിയും കേൾക്കില്ല, നമുക്ക് ശല്യമാകാൻ തുടങ്ങും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? ത്യാഗത്തിൽ നിന്നാണ് ഭാഗ്യം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ത്യാഗം ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. പക്ഷെ അതിനെ നമ്മൾ അയ്യോ ഞാനത് ത്യാഗം ചെയ്തു, കണ്ടില്ലേ ഞാൻ ഇവരുടെ അച്ഛനെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ ഇരിക്കണം എന്ന് മനസ്സുകൊണ്ട് ദിവസവും ശപിച്ചുകൊണ്ടിരുന്നിട്ട് ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ലേ. കാരണം ത്യാഗമല്ല അത്. പിന്നെയോ അവിടെ ജോലി പോലെ ചെയ്യുക, സന്തോഷത്തോടെയല്ല ചെയ്യണേ. നിങ്ങളുടെ അച്ഛനമ്മയെ നോക്കാൻ എൻ്റെ ജോലി, ഞാൻ എന്തിനാ കഷ്ടപ്പെടണേ, ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണേ, എനിക്ക് എൻ്റെ വീട്ടിൽ പോയിരുന്നു ഇവിടെ. അപ്പൊ ഈ ഒരു മനോഭാവത്തിന് എന്ത് വരണം? ഒരു മാറ്റം വരണം. ഊർമിളയും അതേപോലെ ലക്ഷ്മണനും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ രക്തബന്ധങ്ങളിലാകട്ടെ, മിത്രബന്ധങ്ങളിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, നമ്മൾ ചെറുപ്പക്കാരെങ്ങനെ പെരുമാറണം, പ്രായമായവരെങ്ങനെയായിരിക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമ്മൾ എങ്ങനെ മോൾഡ് ആവണം, ആ മോൾഡിങ് കപ്പാസിറ്റിയാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം. ആ മോൾഡിങ് കപ്പാസിറ്റി നമ്മുടെ മനസ്സിന് വേണ്ട കാര്യമാണ്. മനസ്സ് മോൾഡാകണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിന് അവിടെയാണ് ഈ ജ്ഞാനം, പ്രത്യേകിച്ചും ആധ്യാത്മിക ജ്ഞാനം,
അറിവ്, കർമ്മം, കർമ്മഫലജ്ഞാനം, ഞാൻ ഇന്ന് ചെയ്യുന്നത് എനിക്ക് തിരിച്ചു കിട്ടും. അപ്പം ഞാൻ ചെയ്യേണ്ടത് രീതിയിൽ നമുക്ക് എന്താണോ കിട്ടേണ്ടത് അതേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പ്രായമായവരോട് ഇങ്ങനെ ചെയ്താൽ നാളെ എനിക്കും കിട്ടാൻ പോണത് ഇപ്രകാരം. ഈ ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഭവനത്തിലെ അച്ഛനമ്മമാരെയും വൃദ്ധസദനത്തിൽ വിടേണ്ട ഒരു ആവശ്യം വരില്ല. ഇത്രയും മാത്രം നമ്മൾ ആലോചിച്ചാൽ തന്നെ ഈ ഒരൊറ്റ കാര്യം, കർമ്മം, കർമ്മഫലജ്ഞാനം, ഇത് മാത്രം ചിന്തിച്ചു നോക്കൂ. നമുക്കൊരു ചെറിയ തെറ്റ് പോലും ചെയ്യാൻ ഇന്ന് നമുക്ക് ലക്ഷ്മണൻ്റെയും ഊർമിളയുടെയും ത്യാഗത്തിൽ നിന്ന് നമുക്കോരോരുത്തർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞിട്ട് ഞാൻ എവിടെ ഏത് തരത്തിലാണ് മോൾഡാകേണ്ടത് സ്വയം ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. കുടുംബവും ബന്ധങ്ങളും ബന്ധുത്വങ്ങളുമെല്ലാം ഈ ജീവിതയാത്രയിലൊരു നെറ്റ്വർക്ക് പോലെയാണ്. കർമ്മങ്ങളും കർമ്മഫലങ്ങളുടെയും നെറ്റ്വർക്കിൽ യാത്ര ചെയ്യുകയാണ് ഞാൻ. ഞാൻ ജനിച്ച വീട്, വളരുന്ന സാഹചര്യം, വിവാഹശേഷം ഏത് കുടുംബത്തിലാണോ ഇപ്പോൾ, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ ജോലി ചെയ്യുന്നത്, ചിലരോടൊപ്പം രക്തബന്ധം, ചിലരോടൊപ്പം മിത്രബന്ധം, ചിലരോടൊപ്പം കേവല സംബന്ധ സമ്പർക്കങ്ങൾ മാത്രം, ഇടപഴകുന്ന ബന്ധങ്ങൾ മാത്രം. ഈ നെറ്റ്വർക്ക് സ്മൂത്തായി മുന്നോട്ട് പോകണമെങ്കിൽ ബന്ധങ്ങൾ ബന്ധനമാകാതിരിക്കണം. പരസ്പരം ദുഃഖങ്ങളും വേദനകളും കൊടുക്കുകയാണെങ്കിൽ ബന്ധങ്ങൾ ബന്ധനമാകും. അല്പം ത്യാഗവും സമർപ്പണഭാവവും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുമ്പോൾ ബന്ധങ്ങൾ മധുരമായ സംബന്ധങ്ങളായി മാറും. ലക്ഷ്മണനും ഊർമിളയും നൽകുന്ന ഈ ത്യാഗത്തിൻ്റെ പാഠം എൻ്റെ ഭാഗ്യത്തെ ഉയർത്തും. ഓം ശാന്തി.